കിടപ്പറയിൽ അകത്തി കിടത്തിയിട്ടും അവരുടെ പിണക്കം തീരുന്നില്ല, പെണ്ണിന്റെ പിണക്കം തീർന്നില്ല. എന്നാൽ മൂന്നാമതായി നിന്റെ ഭാര്യയെ നിനക്കൊരു അടി കൊടുക്കാം, ഒരു പ്രാവശ്യം അവൾക്ക് ഒരു അടി കൊടുക്കാം. എങ്ങനെയാണ് അടിക്കേണ്ടത്? അവളുടെ ചെകിട്ടത്തല്ല, അവളുടെ കണ്ണിലല്ല, അവളുടെ മുതുകത്തല്ല. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, തൊലി പൊട്ടാത്ത രീതിയിൽ ഒരു ചെറിയ വടിയെടുത്തിട്ട് ഒരൊറ്റ അടി നിനക്ക് അവളെ അടിക്കാം. പക്ഷെ തൊലി പൊട്ടരുത്, തൊലി പൊട്ടരുത്. ഇത് വേദനിക്കാനുള്ള അടിയല്ല. അഭിമാനബോധമുള്ള ഒരു പെണ്ണിന്, കുടുംബത്തിൽ പിറന്ന പെണ്ണിന്, എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അടി കിട്ടിയല്ലോ എന്നവള് മാനസിക വിഷമമുണ്ടായാൽ അവൾ അടുത്തു വരും. അതുകൊണ്ട് ആ പെണ്ണിനെ നീ അടിച്ചുകൊള്ളുക, പക്ഷേ തൊലി പൊട്ടരുത്, രക്തം വരരുത്, അവൾക്ക് വല്ലാതെ വേദന എടുക്കരുത്, കവിളത്തടിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മുതുകത്ത് നിന്റെ ഭാര്യ അടിക്കരുത്. അടിക്കാൻ അനുവാദമില്ലടാ ചെറുപ്പക്കാരാ. ഭാര്യയെ കൈകൊണ്ട് ഭാര്യയെ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ മ്ലേച്ഛനായ പുരുഷ ലോകത്തില്ല. ഈ നെഞ്ചു തിരിച്ചു നിൽക്കുന്ന ഭർത്താക്കന്മാരിൽ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ പെണ്ണിന് നേരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതപ്പതിച്ച പുരുഷൻ ലോകത്ത് വേറെയില്ല. പെണ്ണിനെ അടിക്കാൻ അനുവാദമേ ഇല്ല. അങ്ങനെ ഒരു അനുവാദം തന്നാൽ തന്നെ തൊലി പൊട്ടാത്ത രീതിയിൽ അടിക്കാനേ അനുവാദമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലംറഅതൻ വലാ ജാരിയ, ഒരു ഭാര്യമാരെയോ വേലക്കാരി പെണ്ണുങ്ങളെ പോലും നിന്റെ ഹബീബായ നബി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളെ അടിക്കരുത്, സ്ത്രീയുടെ കണ്ണുനീര് വീടരുത്. സ്ത്രീയെ ഭാര്യ മർദ്ദിക്കുന്നവനേക്കാൾ വലിയ അതപ്പതിച്ചവൻ അവൻ ലോകത്ത് മറ്റാരുമില്ല. നിനക്കടിക്കണമെങ്കിൽ തന്നെ ഒറ്റ അടി അടിക്കാം. മൂന്നാമത്തെ ഘട്ടം അടി കൊടുക്കാം. അതെന്തിന്? ഒരു പേടിയുള്ളൊരു പെണ്ണ് വല്ല ഭർത്താവ് അടിച്ചല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് അടിച്ചേക്കു. അവിടെ ഖുർആൻ നിർത്തുകയാണ്. സാധാരണ ഒരടി കൊണ്ടാൽ അവൾ വഴിപ്പെടാറാണ് പതിവ്. അവൾ നിനക്ക് വഴിപ്പെട്ടടുത്തേക്ക് വന്നാൽ അവളോട് പിന്നെ ദേഷ്യം കാണിക്കരുതേ, അവളോട് അക്രമം കാണിക്കരുതേ. മനുഷ്യന്മാര് പിണങ്ങാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങാറുണ്ട്. ഒരടി കൊടുത്തിട്ട് അവൾ അടുത്തേക്ക് വന്നാൽ ഇണക്കമുള്ള പൂച്ചക്കുട്ടിയെ പോലെ ഭാര്യ അടുത്ത് വന്നാൽ പിന്നെ അവളോട് കോപം കാണിക്കരുതേ. എത്ര ഘട്ടമായി? എത്രയായി? നിങ്ങൾക്ക് വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടാവില്ല. 3 ഘട്ടം അല്ലാഹു പറയാണ്. ആദ്യം ഉപദേശിക്കണം, 2 ബെഡിൽ നിന്ന് മാറ്റി കിടക്കണം, 3 ഒരു കൊച്ചടി കൊടുക്കണം. എന്നിട്ടും പിണക്കം തീരാതെ നീണ്ടുപോവുകയാണെങ്കിൽ നാലാമത്തെ പടി വൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. ഉപദേശിച്ചു നോക്കി, ഇടപ്രയിൽ നിന്ന് മാറ്റി കടത്തി ഒരു ചെറിയ അടി കൊടുത്തു. എന്നിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിണക്കം നീണ്ടുപോയാൽ നാലാമത്തെ ഘട്ടം ഏതെന്നറിയോ? നിന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക, നിന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുക. 2 പേരുടെയും കുടുംബത്തിലെ മധ്യസ്ഥന്മാര് വഴിയൊരു ചർച്ച നടത്തുക. വീട്ടിൽ അറിഞ്ഞല്ലോ റബ്ബേ, വെളിയിൽ ഒരാൾ അറിഞ്ഞല്ലോ റബ്ബേ, ഇതുവരെ ഞങ്ങളുടെ ഇടയിലായിരുന്നു, വെളിയിൽ ഒരാൾ അറിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഖുർആൻ പറയാണ് ആ ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ കൂടിച്ചേരണമെന്ന് റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരുടെ ചർച്ചയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കം അവസാനിച്ചവരൊന്നിച്ചാകും. എന്നിട്ടും അവസാനിച്ചില്ലെങ്കിൽ, മധ്യസ്ഥന്മാരെ ചർച്ച ചെയ്തിട്ടും അവസാനിച്ചില്ല, എന്നാൽ 5ാമത്തെ പടിയായി ഭർത്താക്കന്മാരെ ആദ്യം അനുവാദമില്ല തലാക്ക് പറയാൻ ഉപദേശിക്കണം, അടിക്കടത്തണം, അടി കൊടുക്കണം, പൊട്ടാത്ത അടി, പിന്നെ മധ്യസ്ഥന്മാരെ കൊണ്ട് ചർച്ച നടത്തണം. 4 ചെയ്തിട്ടും ഈ പിണക്കം തീർന്നില്ലെങ്കിൽ അടുത്തതായി നീ എന്ത് ചെയ്യണം? അടുത്തായിട്ട് എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നീ അവളോട് ഒരു തലാക്ക് ചൊല്ലണം.
അഞ്ചാമതാണ് തലാഖ് വരുന്നത്. ആളുകളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ, സ്ത്രീപക്ഷവാദികളോട് പറയും നിങ്ങൾ, ഫെമിനിസ്റ്റുകളോട് സഹോദരിമാരോട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ് ചൊല്ലിയിട്ട് വിടാനല്ല. വിവാഹമോചനത്തിന് ഖുർആൻ പറയുന്ന മാനദണ്ഡം 5ാമത് നീ 1 തലാഖ് ചൊല്ലണേ. തല്ലക്ക് തുക്കി പിന്നെ ഞാൻ തലാഖ് ചൊല്ലി 2 പറയരുത്. 1ാമത്തേത് പറയണം, നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. എന്തിനെന്നറിയുമോ? എന്തിനാണ് 1 തലാഖ് പറയുന്നത്? ആ തലാഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ തലാഖായി. അവളുടെ 1 മാസത്തെ ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ, ആ ശുദ്ധിയുടെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് ഇവര് 2 പേരും തമ്മിൽ 1 തലാഖ് ചൊല്ലി മാറി 2 പേരും തലാഖിൽ 2 വീട്ടിലായി. അപ്പോഴാണല്ലോ പടച്ചവനെ, എന്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എന്തൊക്കെ വട കൂടിയാലും എന്റെ ഭർത്താവില്ലാതെ എനിക്കില്ല റബ്ബേ എന്ന് മനസ്സിന് തോന്നിയിട്ട് തിരിച്ചൊന്നിച്ചു കൂടണമെന്ന് തീരുമാനിച്ചാൽ അവളുടെ ശുദ്ധി തീരുന്ന കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ തോന്നലുണ്ടായതെങ്കിൽ ഭർത്താവ് പോയിട്ട് കതിറച്ചെടുത്തുക്കി നിന്നെ ഞാൻ തിരിച്ചെടുത്തു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവരെ 2 പേരും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കപ്പെടും. അപ്പോ അവളുടെ 1 പീരീഡ് കഴിയുന്നതിന്റെ ഇടയിൽ 2 പേരും 2 വീട്ടിലായി. പടച്ചോനെ, 2 വീട്ടിലാകുമ്പോഴേ അറിയൂ. നമ്മളിപ്പോ ഭാര്യയോട് പറയും, പണ്ടാരം നീ നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കണേ, ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ വളർക്കട്ടു. നിന്റെ വീട്ടിലും പോകില്ല. പക്ഷേ വീട്ടിലോട്ട് പോയി ഉച്ചക്ക് ചോറുണ്ടാകുന്ന നേരത്ത് ആരും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാ പടച്ചോനെ ഇത് കുറഞ്ഞല്ലോ അല്ലാഹുവേ, 1 ദിവസം അതുങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കില്ല ഉറപ്പൻ. എന്ത് വടക്ക് വന്നാലും ഭാര്യ ഒരു ദിവസം വീട്ടിൽ പറഞ്ഞു വിട്ടു, 1 ദിവസം കഴിയുമ്പോ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പിണങ്ങിയിട്ട് 1 തലാഖ് ചൊല്ലിയാൽ ഇതിന്റെ ഇടയിൽ കൂടിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ശുദ്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു, 2ാമത്തെ പീരീഡിലോട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇവരെ തമ്മിലുള്ള പിണക്കം തീർന്നില്ലെങ്കിൽ എന്നാലേ 2ാമത്തെ തലാഖ് ചൊല്ലാവൂ. 2ാമത്തെ തലാഖ് ചൊല്ലിയാൽ ആ 2ാമത്തെ തലാഖിന്റെ ഉള്ളിൽ തിരിച്ചെടുക്കണമെന്ന ബോധ്യമുണ്ടായാൽ പിന്നെ തലാഖ് അല്ല, പിന്നെ നിക്കാഹ് പുതുക്കിയെടുത്താൽ മതി. ഒന്നുകൂടി നിക്കാഹ് ചൊല്ലുക, എന്നിട്ട് ഭാര്യയെ തെരഞ്ഞെടുക്കുക. എന്നാലും 3ാമത്തേത് പറയരുതേ, 3ാമത്തേത് പറയാതെ കാത്തിരിക്കണം. 1 പറഞ്ഞിട്ട് കാത്തിരിക്കണം, 2 പറഞ്ഞും കാത്തിരിക്കണം. തിരിച്ചു വരുമോ? 10-60 ദിവസത്തോളം കാത്തിരുന്ന് ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് ഉറപ്പ് വരുമ്പോഴേ 3ാമത്തെ തലാഖ് വരൂ. അപ്പോഴേ പരിപൂർണമായി ഭാര്യഭർത്തൃബന്ധം കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചു പോകൂ. ഇങ്ങനെയാണ് തലാഖ്. ഇങ്ങനെയാണ് തലാഖ്. എന്റെ പെണ്ണെ, അവിടെ ഈ സംരക്ഷണം നിനക്കാണ്. ഒറ്റ വാക്കിൽ ഏതോ സിനിമക്കാരൻ പറഞ്ഞതുപോലെ കെട്ടി ഒടിഞ്ഞ് വീണ്ടും കെട്ടി നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനല്ല, നിന്റെ ഭാര്യയെ ഒഴിവാക്കണമെങ്കിൽ പോലും ഈ കടമ്പകൾ കഴിയണം എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ഖുർആനിൽ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് ആയത്തിറങ്ങി. ഫലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ അയതീന ബിഫാഹിശത്തിൻ മുബയ്യിന. നിങ്ങൾ പെണ്ണുങ്ങളോട് വഴക്ക് കൂടരുത്. സൂറത്തുൻ നിസാ എന്ന അധ്യായം ഇറങ്ങി. പെണ്ണിനോട് പിണങ്ങരുത്, അവളെ വരട്ടരുത്, അവളെ അപമാനിക്കരുത്. ഒരു പെണ്ണിനോട് നിങ്ങൾ വഴക്ക് കൂടുന്നുവെങ്കിൽ, ഭാര്യയെ നിങ്ങൾ വഴക്ക് കൂടുന്നെങ്കിൽ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടരുതേ. ഇല്ലാ അയതീന ബിഫാഹിശത്തിൻ മുബയ്യിന. വ്യക്തമായ ഒരു വ്യഭിചാരം പോലെ വ്യക്തമായ തെറ്റ് കണ്ടാലല്ലാതെ ഊഹാപോഹങ്ങളുടെ പേരിൽ, സംശയത്തിന്റെ പേരിൽ, ചെറിയ തെറ്റുകളുടെ പേരിൽ നിന്റെ ഭാര്യയോട് നീ പിണങ്ങരുതേ, അവളെ കട്ടപ്പെടുത്തരുതേ. ഖുർആൻ പറഞ്ഞ അവകാശത്തിന്റെ മുകളിലാണ് സ്ത്രീ ജീവിക്കുന്നത്. ഏറെ പറയാൻ സമയമില്ലല്ലോ.
സഹോദരങ്ങളെ, വിശാലമായൊരു വിഷയമാണിത് എന്ന് സ്ത്രീയെ കുറിച്ച് ആധാരമായി പറഞ്ഞ, ആ സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ, നിന്റെ മൂടുപടത്തെ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞ അല്ലാഹു ആ പെണ്ണിനോട് പറഞ്ഞത് എങ്ങനെയാണ്? സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് ആശീർവദിച്ച് ലോകത്തിന്റെ ബഹുമാനത്തെ വാരിക്കോരി കൊടുത്ത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പെണ്ണേ, നിന്റെ സൗന്ദര്യം അമൂല്യമാണ്, നിന്റെ സൗന്ദര്യം അർത്ഥവത്താണ്. നിന്റെ കാലിൽ കിരിങ്ങുന്ന കൊലുസിട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് നടക്കരുത്. എന്തുകൊണ്ടെന്നറിയുമോ? മനുഷ്യന്റെ പുരുഷനെ നിന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നടക്കണ്ട. അല്ലാഹു പറഞ്ഞതുപോലെ മാന്യമായ വേഷവിധാനം നടത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് നല്ല വേഷവിധാനം, നമ്മുടെ ആൺമക്കൾക്ക് നല്ല വേഷവിധാനം. ആണുങ്ങളോടും പറയാണ്, വസ്ത്രവും സൗന്ദര്യവും അല്ലാഹുവിന്റെ അനുഗ്രഹമാ. ഈ കാസർഗോഡ് കുട്ടികളെ, നിങ്ങൾ ഈ മുടി മുഴുവനും ഇങ്ങനെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് കാന്തത്തിൽ മണ്ണിലിട്ടതുപോലെ നടക്കരുത്. ആഭാസകരമായ ഹെയർ കട്ടിങ്ങുകൾ, ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ, അണ്ടർ വസ്ത്രങ്ങൾ മുഴുവനും അണ്ടർ ഗാർമെന്റുകൾ വെളിയിൽ കാണുന്ന ആഭാസകരമായ വസ്ത്രവിധാനങ്ങൾ. ചിലരുടെ അണ്ടർ ഗാർമെന്റ് വെളിയിലാണ്, അവന്റെ പാന്റ് അവന്റെ ദിദംബത്തിന്റെ താഴെയാണ്, അവന്റെ പാന്റ് താടയാണ്. യൂറോപ്പിലെ ജയിലുകളിൽ സ്വവർഗരതിക്കാരായ ആണുങ്ങൾ അവർക്കെതിരെ താല്പര്യമുണ്ടെന്ന് അടയാളം കാണിച്ച വസ്ത്രമാണിത്. അടിവസ്ത്രം മുകളിലാക്കുക, അല്ലാത്ത മേൽവസ്ത്രം താഴ്ത്തിയിടുക. ആഭാസകരമായ വസ്ത്രവിധാനം നടത്തരുത്. ഏറ്റവും നല്ല വസ്ത്രവിധാനത്തോടെ നടന്നു പോകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏറ്റവും നല്ല വസ്ത്രം അബിയലുഹാ, ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. കാസർഗോഡ് ചെറുപ്പക്കാരെ, ജുമയ്ക്ക് വരുമ്പോ ഈ ആഭാസത്തിന്റെ വസ്ത്രം മാറ്റ്, ഈ ടീഷർട്ട് മാറ്റ്. ഏറ്റവും നല്ല വെള്ള വസ്ത്രം അണിഞ്ഞിട്ട് തൊപ്പിയും വെച്ച് ജുമയ്ക്ക് പള്ളിയിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയസ്സന്മാരെ, ഈ വെള്ള വസ്ത്രം ഉപേക്ഷിക്കാതിരിക്കുക. കാസർഗോഡ് ഫുള്ള് വെള്ളയാണ്, ചെരുപ്പും വെള്ളയാണ്, മുഖവും വെള്ളയാണ്. കാസർഗോഡുകാരെ സൗന്ദര്യം വല്ലാത്താണ്. മാഷാ അല്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇവിടെ എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. കാസർഗോഡ് ചെറുപ്പക്കാര് കന്തൂറിട്ട തനി അറബിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ കന്തൂറിട്ടൊക്കെ പൊന്നാനിന്ന് മുസ്ലിമായിട്ട് ഇപ്പൊ വന്നോളൂ. കാസർഗോഡ് ചുള്ളന്മാര് ദുബൈയിലൊക്കെ പോകുന്ന നല്ല കാസർഗോഡ് അറബിയാണോ അനറബിയാണോ എന്ന് പറയാൻ പറ്റും. എനിക്ക് സുഹൃത്തുണ്ട്, തസ്രീം, വളക്കോടുകാരനാണ്. അവൻ കന്തൂറിട്ട അറബികളെ പോലെ. അതാരെ ഫേസ്ബുക്കിലിട്ട് തെറ്റായി. അപ്പൊ ഖലീൽ ഉദവി എന്നെ വിളിച്ചിട്ട്, നിങ്ങൾ എന്താ എന്നെ പറയാതെ? ഖലീൽ ഉദവി മുഞ്ചന, നിങ്ങൾ തസ്രീമിനെ മാത്രം പറഞ്ഞ എന്താ എന്നെ പറയാത്തെന്ന് തമാശ പറഞ്ഞ. അല്ലാഹു സൗന്ദര്യം നിലനിർത്തി തരട്ടെ. ുണ്ട് കൊച്ചുകുട്ടികളുണ്ട്. എല്ലാ നിസ്കാരത്തിനും നല്ല വസ്ത്രം ധരിച്ചു വരണം. മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ താഴ്ന്ന വസ്ത്രം ധരിക്കണം. അല്ലാഹുവിന് കനിവുണ്ടാവാൻ പറഞ്ഞ വസ്ത്രം ധരിച്ചു മദീനയിലെ മുഴുവൻ ആളുകളും മദീനയിൽ വന്ന് മഴയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ നിസ്കരിച്ചു അത്രേ. പക്ഷേ മദീനയിലും മഴ പെയ്തില്ല. നിസ്കരിക്കാൻ പോയി. അവിടെ ഞാൻ സാധാരണ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. രാത്രിയിൽ ഞാൻ ഇശാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിലിരിക്കും. അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാ. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് ഇയാൾ കരുതിയത്. ഞാൻ നോക്കിയപ്പോ ഒരു കറുകറുത്ത അടിമ, ഒരു പകുതി വസ്ത്രം ധരിച്ച അടിമ, അയാളുടെ മുകളിൽ കിടത്ത മുണ്ടെടുത്ത് മുസല്ലയിലോട്ട് ഇട്ടിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, അല്ലാഹുവേ, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, ഓ അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാർ മുഴുവനും ഇന്ന് നിന്നോട് വന്ന് ദുആ ചെയ്തുവല്ലോ. അവരും മഴയ്ക്ക് വേണ്ടി നിന്നോട് താണ് കേണു ചോദിച്ചല്ലോ. നീ അവർക്ക് മഴ കൊടുത്തില്ലല്ലോ അല്ലാഹ്. നിന്റെ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാര് പോലും ചോദിച്ചിട്ട് നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ,
നിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, അല്ലാഹുവേ ലമ്മാ സഖൈതഹും, നീ അവർക്ക് ഇപ്പോ തന്നെ മഴ കൊടുക്കണേ അല്ലാ. ഞാൻ നിന്നിൽ സത്യം ചെയ്ത് പറയുന്നു അല്ലാഹുവേ, നിന്നിൽ സത്യം ചെയ്ത് പറയുന്നു റബ്ബേ, ഇപ്പൊ തന്നെ നീ അവർക്ക് മഴ കൊടുക്കണം അല്ലാഹുവേ. മഹാനവറുകൾ പറയാണ്, ഞാൻ അടുത്തിരുന്ന് ചിരിച്ചു പോയി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, മജ്നൂന് ഭ്രാന്തൻ, ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്? ഇന്ന് പകൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരും ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തും സഹാബത്തും താബീങ്ങളും അടക്കമുള്ള അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവര് കൈ കൊടഞ്ഞ് ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ഈ വടകരത്തെ അടിമ രാത്രി വന്നിട്ട് പറയുന്നു, റബ്ബേ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ്, മദീനയിലും മഴ പെയ്യിപ്പിക്കണേ അല്ലാ. ഇവനൊരു ഭ്രാന്തനാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു തോന്നില്ല. ആകാശത്തും മദീനയുടെ ആകാശത്ത് ഇടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പിണരുകൾ ജനാലയിലൂടെ പിളർന്ന് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. മദീനയിലും മഴയങ്ങട് തിമിർത്ത് പെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, അവിശ്വസനീയമല്ല, മദീനയിലും മഴ തിമിർത്തങ്ങട് പെയ്യാൻ തുടങ്ങി. മാനവരകൾ പറയാണ്, ഈ മനുഷ്യ ദുആ ചെയ്തപ്പോ അങ്ങനെയാണ് പൊട്ടിപ്പിടിച്ച് നടക്കുന്ന, ആര് കണ്ടാലും പരിഗണിക്കാത്ത ആരുടെ വീടിന്റെ മുമ്പിൽ വന്നാൽ ആട്ടി ഓടിക്കപ്പെടുന്ന, ആരും ഒരു വിലയും കൊടുക്കാത്ത എത്ര എത്ര സാധുക്കളാണ്. അവർ അല്ലാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ കറുകറുത്തവന്റെ സത്യം കേട്ടപ്പോ ആകാശത്തും മഴ പെയ്തു അത്രേ. മാനവറുകൾ പറയാണ്, ഈ മഴ എങ്ങട് പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കാപ്പിന് അടിമ ചോദിച്ച, അല്ലാഹുവേ യാ മൻ അന, ഞാൻ ആരാണ് റബ്ബേ, ഞാൻ ആരാണ് റബ്ബേ? മഴ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിന്റെ അധിപതിയെ, മദീനക്ക് മഴ കൊടുക്കാൻ മാത്രം ഞാൻ ആരാണ് അല്ലാഹ്, ഞാൻ ആരാണ് റബ്ബേ? വഇന്നി ഖുത്തു ബിഹംദിക വബിതൂലിക. അദ്ദേഹം സുബ്ഹി വരെ അവിടെ ഇരുന്നിട്ട് അൽഹംദുലില്ലാഹ് 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 ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തും സഹാബത്തും ചെയ്തിട്ട് പോലും കിട്ടാത്ത മഴ നീ എനിക്ക് തന്നല്ലോ റബ്ബേ. സുബ്ഹി വരെ അദ്ദേഹം ദുആ ചെയ്തു. മഹാനവറുകൾ പറയാണ്, പിറ്റേ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ച് യാത്രയായി. ആരാണ് ഇയാൾ? ഈ മഹാനവറുകൾ ആരാണ്? അന്വേഷിച്ച് പോയപ്പോഴാണ് പറഞ്ഞത്, അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ, അയാളാ നാട്ടിലെ ചെരുപ്പ് കുത്തിയാൻ. വഴിയരികിലൂടെ നടന്നു പോകുന്ന വലിയവന്റെ ചെരുപ്പ് തേച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തി. കറുകരത്താടിമ എന്ന മേൽവസ്ത്രമണിഞ്ഞവൻ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അകത്ത് കടന്നപ്പോ അദ്ദേഹം അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലുകയാണ്. ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, അലസ്ത സാഹിബു ബാരിഹത്തുൽ ഊലാ. ഇന്നലെ രാത്രിയിൽ വന്ന് മദീനത്തെ പള്ളിയിലിരുന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത ആളല്ലയോ നിങ്ങൾ? ഇത് കേൾക്കേണ്ട താമസം ചെരുപ്പ് കുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ ഇരുന്നത്? ഞാൻ ദുആ ചെയ്തത് കേട്ടത്, എന്റെ രഹസ്യം എന്തിനാണ് പൊളിച്ചത്? ഞാനാണ് നിങ്ങളോട് ആരോട് പറഞ്ഞു? നിങ്ങൾ എന്തിനത് കേട്ടു? എന്തിന് നിങ്ങൾ എന്നെ തേടി എന്റെ വീട്ടിൽ വന്നു? നാട്ടുകാരെ അറിയിക്കാനോ? ഇറങ്ങിപ്പോ. അയാൾ എന്നെ ആട്ടി ഓടിക്കാൻ തുടങ്ങി. ചോദിച്ച ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാതെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. അത് ഞാനല്ല. ആര് പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്? ഞാൻ പേടിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി അദ്ദേഹത്തെ പള്ളിയിൽ കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും കണ്ടില്ല. മൂന്നാമത്തെ ദിവസവും മദീനത്തെ പള്ളിയിൽ ഞാൻ ആ മഹാനെ പ്രതീക്ഷിച്ചിരുന്നു, കണ്ടില്ല. അവസാനം അന്വേഷിച്ച് ഞാൻ വീണ്ടും ആ വീട്ടിൽ പോയപ്പോ നാട്ടുകാര് അയൽവക്കക്കാരനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ഈ വീട്ടിൽ വന്നത്? നിങ്ങളന്ന് വന്നിട്ട് പോയതിന്റെ തൊട്ടുപിറകെ പാണ്ഡവും കെട്ടിപ്പെറുക്കിയിട്ട് അദ്ദേഹം എവിടേക്കോ പോയി കളഞ്ഞു.
ഞങ്ങൾ പോയ ഉടനെ അദ്ദേഹം ആ പാണ്ഡവും കെട്ടി എവിടേക്കോ പോയി കളഞ്ഞു. ആളുകൾ അറിയില്ലേ? ആളുകൾ അറിഞ്ഞാൽ നാടറിയില്ലേ? നാടറിഞ്ഞാൽ ലോകത്ത് പ്രസിദ്ധിയാവില്ലേ? അവര് വന്ന് കെട്ടിപ്പിടിച്ചു മുത്തി നിന്നാൽ പടച്ചറപ്പിനോട് ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കഉ വസിബിയത്തും മിനൽ തമാറുല്ലഉ വമുഹമ്മലാത്തുന ലിൽഫലാതി റുത്തഉ വസിബിയത്തും മിനൽ തമാറുല്ലഉ. ഇതുപോലെ തഖ്വയുള്ള പാവപ്പെട്ട കാരണവന്മാർ, പാവപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ ഇവിടെ വെള്ളം കുടിച്ചു പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് അവരുടെ വഴി